അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. ഇന്ന് നമ്മൾ സീറ പഠനത്തിൻ്റെ 15-ാമത്തെ ഭാഗമാണ് മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഹാദിസത്തു ഷഖ്ഖി സ്വദ്രിഹി അഷ്ശരീഫ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്ന സംഭവവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുത്തെ ആ വിശുദ്ധമായ നെഞ്ച് പിളർന്ന സംഭവം അത് നടന്നത് എവിടെ വെച്ചാണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബനൂ സഅദ് ഗോത്രത്തിൽ ഹലീമ അസ്സഅദിയയുടെ സംരക്ഷണത്തിലായിരിക്കുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു ദിവസം മറ്റുള്ള കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വദർ നെഞ്ച് പിളർത്തി. ഈ സംഭവം സ്വഹീഹ് മുസ്ലിം അതുപോലെ തന്നെ മറ്റ് ആധികാരികമായ ഗ്രന്ഥങ്ങളിലൊക്കെ വിശദമായി തന്നെ വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് അന്ന് സംഭവിച്ചത്? ഹദീസുകൾ പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിലത്ത് കടത്തി, എന്നിട്ട് നെഞ്ച് തുറന്നു, നെഞ്ച് തുറന്ന് ഹൃദയം പുറത്തെടുത്തു. അതിൽ നിന്നൊരു കറുത്ത ഭാഗം നീക്കം ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാണ് ശൈത്താൻ്റെ പങ്ക്. അതിനുശേഷം ഹൃദയം സംസം വെള്ളത്തിൽ കഴുകി അതിൽ ഹിക്മത്തും ഈമാനും നിറച്ച ശേഷം വീണ്ടും പഴയതുപോലെ തന്നെ വെച്ചു. അപ്പോൾ ആ ഭാഗം ഒഴിവാക്കി ബാക്കി അതിൽ ഹിക്മത്തും ഈമാനും നിറച്ച ശേഷം പഴയതുപോലെ വെച്ചു എന്നാണ് ഹദീസുകളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഈ സമയത്ത് അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്ന കുട്ടികൾ. അവരൊക്കെ ഈ സംഭവം കണ്ടപ്പോൾ ഓടിപ്പോയി. അവർ ഹലീമയോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. മുഹമ്മദിനെ കൊന്നുകളഞ്ഞു. ഹലീമയും ഭർത്താവും ഓടി വന്ന് നോക്കിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ പോലെ സുരക്ഷിതനായിരുന്നു. എന്നാൽ അവിടുത്തെ മുഖത്ത് ഈ സംഭവത്തിൻ്റെ സ്വാധീനം വ്യക്തമായി കാണാൻ സാധിച്ചിരുന്നു. അപ്പോൾ ഹലീമക്ക് ചില ആശങ്കകളുണ്ടായി. ഈ സംഭവത്തിന് ശേഷം ഹലീമക്ക് പേടി തോന്നി, ഭയമുണ്ടായി. കുട്ടിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ എന്നവർ ആശങ്കപ്പെട്ടു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാവായ ആമിനയുടെ അടുക്കലേക്ക് തന്നെ തിരികെ കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ആമിനയുടെ പ്രതികരണം, ഈ കാര്യങ്ങളൊക്കെ ആമിനയോടും പറഞ്ഞു ഹലീമ. അപ്പോൾ ആമിനയുടെ പ്രതികരണം, ഇത്ര വേഗം എന്തേ മടക്കി കൊണ്ടുവന്നത് എന്ന് ചോദിച്ചു. എന്നാൽ കുറച്ചു കാലം കൂടെ എൻ്റെ കൂടെ താമസിച്ചിട്ടെ എന്ന് കരുതി കൊണ്ടുപോയതാണല്ലോ. അപ്പോൾ ഹലീമ സംഭവമൊക്കെ വിവരിച്ചു. അപ്പോൾ ആമിന പറഞ്ഞു, എൻ്റെ മകനെ ശൈത്താൻ ഉപദ്രവിക്കുമെന്ന് നീ ഭയപ്പെടുന്നുണ്ടോ? അള്ളാഹുവാണേ, അവന് ഒരു സാധ്യതയുമില്ല. അങ്ങനെ എൻ്റെ മകനെ പിശാച് ഇടങ്ങാറാക്കൂല, പിശാച് ഉപദ്രവിക്കും എന്ന് നീ ഭയപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞു. ആമിനക്ക് തൻ്റെ മകനെക്കുറിച്ച് അള്ളാഹുവിൻ്റെ സംരക്ഷണത്തിലുള്ള ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവരത് അങ്ങനെ പറഞ്ഞത്. ഇനി ഈ നെഞ്ച് പിളരൽ സംഭവവുമായി പല ആളുകളും പല പ്രാവശ്യം നടന്നു എന്ന് പറയുന്നുണ്ട്. എന്നാൽ എത്ര പ്രാവശ്യമാണ് ഈ നെഞ്ച് പിളർന്ന സംഭവം ഉണ്ടായത്? ഈ ഗ്രന്ഥകാരൻ തന്നെ പറയുന്നത് കാണാൻ സാധിക്കും. വിവിധ റിപ്പോർട്ടുകളിൽ വിവിധ രീതിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും ശക്തമായ തെളിവുകൾ പ്രകാരം 2 പ്രാവശ്യം ഇങ്ങനെ നടന്നതായാണ് സംഭവം സ്ഥിരപ്പെട്ടിട്ടുള്ളത്. ഒന്നാമത്തേത് ഈ ചെറുപ്പത്തിൽ നടന്ന ഈ സംഭവം ബനൂ സഅദിൽ കഴിയുമ്പോൾ, രണ്ടാമത്തേത് ഇസ്രാ മിഅ്റാജ് രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശാരോഹണം നടത്തിയല്ലോ, ആ ആകാശാരോഹണത്തിന് മുമ്പ് ആണ് ഒന്ന് നടന്നത്. അപ്പോൾ ഇവ രണ്ടും സ്വഹീഹായി വന്ന ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടായതുകൊണ്ട് ഇത് നമുക്ക് വിശ്വസിക്കാം. എന്നാൽ മറ്റുള്ള റിപ്പോർട്ടുകൾ 10 വയസ്സിൽ 15 വയസ്സിൽ നുബുവത്തിന് മുമ്പ് ഇങ്ങനെ വീണ്ടും നെഞ്ചു പിളർന്നതായി കാണാമെന്ന് ഇങ്ങനെയുള്ള ചരിത്രത്തിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഗ്രന്ഥകാരൻ കണിശമായി പറയുന്നത് ഇവക്കൊന്നും സ്വഹീഹായ നിലക്കുള്ള ആധികാരികമായ റിപ്പോർട്ടുകളിലൊന്നും വന്ന കാര്യങ്ങളല്ല. 2 പ്രാവശ്യമാണ് ഇങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അത് ആധികാരികമായി വന്നതായി ഹദീസിൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ സംഭവം
ഒരു ശാസ്ത്രക്രിയയല്ല, ഒരു ഓപ്പറേഷനല്ല, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ മുഅ്ജിസത്താണ്. ഇതിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹൃദയം വിശുദ്ധമാക്കി, അതുപോലെ ശൈത്വാൻ്റെ സ്വാധീനത്തിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. വലിയ ഒരു ദൗത്യത്തിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുക്കി സജ്ജമാക്കി. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകതയായിരുന്നു നുബുവത്തിൻ്റെ ആ മുദ്ര എന്നുള്ളത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇടത് തോളിൻ്റെ പിൻഭാഗത്തായിരുന്നു. ഒരു പ്രാവിൻ്റെ മുട്ടൻ്റെ അത്ര വലിപ്പമുള്ള ഒരു ചെറിയ ഒരു കട്ടിയുള്ള ഭാഗമായിരുന്നു ഉണ്ടായിരുന്നത്. മാംസത്തിൻ്റെ ചെറിയ ഉയർച്ച പോലുള്ള ഒരടയാളമായിരുന്നു അതെന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതാണ് ഖാതമുൻ നുബുവത്ത്, നുബുവത്തിൻ്റെ മുദ്ര. ഇത് നുബുവത്തിൻ്റെ ഈ അടയാളം നിരവധി സ്വഹീഹായ ഹദീസുകളിൽ വളരെ വ്യക്തമായി അത് വിവരിച്ചിട്ടുണ്ട്. ഇനി ഖാതമുൻ നുബുവ എന്ന് പറയുന്ന ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഈ അടയാളം മുൻ വേദഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന അവസാന പ്രവാചകൻ്റെ അടയാളമായിരുന്നു. ഇത് പൂർവികമായ വേദഗ്രന്ഥങ്ങളിൽ ഒക്കെ പറഞ്ഞ കാര്യം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ബഹീറ എന്ന് പറയുന്ന പുരോഹിതനും അതുപോലെയുള്ള സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹുവിനെ പോലെയുള്ള ആളുകളൊക്കെ ഈ അടയാളം പരിശോധിച്ച് അത് പ്രവാചകൻ തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ അവർക്ക് സാധിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സായപ്പോൾ അവിടുത്തെ മാതാവ് ആമിന ബിൻത്ത് വഹബ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് മടങ്ങുന്ന വഴിയിൽ അബവാ എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു. അവിടെ തന്നെയാണ് അവരെ മറവ് ചെയ്തതും. മാതാവിൻ്റെ ഖബർ അവർ സന്ദർശിച്ചിരുന്നു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ മാതാവിൻ്റെ ഖബർ എപ്പോഴും സന്ദർശിച്ചിരുന്നു. എന്നാൽ അപ്പോഴൊക്കെ അവിടുന്ന് കരഞ്ഞിരുന്നു. ഒരിക്കൽ സഹാബത്തും കൂടെ കരഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ മാതാവിന് വേണ്ടി പാപമോചനം തേടാൻ ഞാൻ അള്ളാഹുവിനോട് അനുമതി ചോദിച്ചു, എന്നാൽ എനിക്ക് അനുമതി ലഭിച്ചിട്ടില്ല. എന്നാൽ അവരുടെ ഖബർ സന്ദർശിക്കാൻ ഞാൻ അനുമതി ചോദിച്ചു, അതെനിക്ക് അനുവദിക്കപ്പെട്ടു എന്ന് സ്വഹീഹ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ തന്നെ ആ കാര്യം വ്യക്തമായി കാണാൻ സാധിക്കും. അപ്പോൾ ഖബർ സന്ദർശിക്കാം, പക്ഷേ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാറിനെ തേടാൻ പാടില്ല. ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആമിന വിശ്വാസിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ അള്ളാഹു കൽപ്പന നൽകിയിരുന്നില്ല. അത് സ്വഹീഹായ ഹദീസിൽ, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ ആ കാര്യം വന്നതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആളുകളുടെ ഖബർ സന്ദർശിക്കാൻ പറ്റും, എന്നാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. ഇസ്തഗ്ദൻതു റബ്ബി അൻ അസ്തഗ്ഫിറ ലി ഉമ്മി ഫലം യഗ്ദൻ ലി. എൻ്റെ ഉമ്മാക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടാൻ വേണ്ടി ഞാൻ അനുവാദം ചോദിച്ചു, അപ്പോൾ അനുവാദം തന്നില്ല. എന്നാൽ വസ്തഗ്ദനുഹു അൻ അസൂറ ഖബ്റഹ, അവരുടെ ഖബർ സന്ദർശിക്കുവാൻ വേണ്ടി അനുവാദം തന്നു. ഫാദിനലി, എനിക്ക് അത് ചോദിച്ചപ്പോൾ എനിക്കപ്പോൾ അത് സന്ദർശിക്കുവാൻ വേണ്ടി അനുവാദം തന്നു എന്താണ് ഹദീസുകൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഹദീസ് സ്വഹീഹായ ഹദീസാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു അവ്യക്തത ഉണ്ടാകേണ്ട ആവശ്യമില്ല. ഇനി ഈ ഭാഗത്തിൽ നമ്മൾ പഠിച്ച 15ാമത്തെ ഭാഗത്തിൽ പ്രധാനമായും നമ്മൾ മനസ്സിലാക്കേണ്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ച് പിളർന്ന സംഭവം സ്വഹീഹായ ആധികാരികമായ ഹദീസുകളിൽ വന്നത് 2 പ്രാവശ്യം നടന്നു എന്നുള്ളതാണ്. ഒന്ന് ബാല്യകാലത്തും മറ്റൊന്ന് നുബുവത്തിന് മുമ്പ് നടന്നു എന്നുള്ളതാണ് പറഞ്ഞത്. മറ്റൊന്ന് നുബുവത്തിൻ്റെ മുദ്ര, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവിടുന്ന് സത്യപ്രവാചകനാണ് എന്നതിൻ്റെ പ്രധാന അടയാളങ്ങളിൽ ഒന്നായിരുന്നു. അതുപോലെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നതും അവരുടെ ഖബർ സന്ദർശിക്കുന്നതും ഇസ്ലാമിക മാർഗനിർദ്ദേശങ്ങൾക്ക് വിധേയമായിരിക്കണം. അതായത് ഖബർ സന്ദർശിക്കാം, പക്ഷേ അവർക്ക് വേണ്ടി പ്രാർത്ഥന അവിശ്വാസികളാണെങ്കിൽ അനുവദനീയമല്ല എന്നാണ്
ഹദീസുകൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.